السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. إن الحمد لله نحمده ونستعينه ونستهديه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ثم أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة വകുല്ല ضലാലത്തിൻ ഫിന്നാർ. സഹോദരന്മാരെ, മേലായ റബ്ബിൻ്റെ വിധി വിലക്കുകളും ആജ്ഞാനിർദ്ദേശങ്ങളും ജീവിതത്തിൽ സൂക്ഷിച്ച് പാലിച്ച് തഖ്വയുള്ളവരായി ജീവിക്കുവാൻ എന്നോടെന്ന പോലെ എല്ലാവരോടും ഉണർത്തുകയും ഉപദേശിക്കുകയുമാണ്. ഇന്ന് നമ്മുടെ സംസാര വിഷയം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അൽ വാരിസ് എന്ന നാമത്തെക്കുറിച്ചാണ്. അൽ വാരിസ് എന്ന വിശുദ്ധ നാമം വിശുദ്ധ ഖുർആനിൽ ബഹുവചന രൂപത്തിൽ 3 തവണ വന്നിട്ടുണ്ട്. സൂറത്ത് ഹിജ്റിൽ وَإِنَّا لَنَحْنُ نُحْيِي وَنُمِيتُ وَنَحْنُ الْوَارِثُونَ. അതേപോലെ സൂറത്തുൽ അംബിയായിൽ وَزَكَرِيَّا إِذْ نَادَى رَبَّهُ رَبِّ لَا تَذَرْنِي فَرْدًا وَأَنْتَ خَيْرُ الْوَارِثِينَ. ഇതേപോലെ സൂറത്ത് ഖസസിൽ وَكَمْ أَهْلَكْنَا مِنْ قَرْيَةٍ بَطِرَتْ مَعِيشَتَهَا فَتِلْكَ مَسَاكِنُهُمْ لَمْ تُسْكَنْ مِنْ بَعْدِهِمْ إِلَّا قَلِيلًا വകുന്ന നഹ്നുൽ വാരിസീൻ. ഈ 3 സൂക്തങ്ങളിൽ അള്ളാഹുവിൻ്റെ അൽ വാരിസ് എന്ന നാമം ബഹുവചന രൂപത്തിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ അള്ളാഹുവിന് അൽ വാരിസ് എന്ന നാമം സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്താണ് അള്ളാഹുവിൻ്റെ അൽ വാരിസ് എന്ന നാമം അർത്ഥമാക്കുന്നത്? പ്രസ്തുത നാമത്തിൻ്റെ തേട്ടങ്ങളും വിധികളുമെല്ലാം എന്ത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വാരിസ് എന്ന് പറഞ്ഞാൽ ശരിക്ക് അനന്തരമെടുക്കുന്നവൻ എന്നാണ് നമ്മൾ അർത്ഥം പറയാറുള്ളത് ഭാഷയിൽ. മീറാസ് എന്ന് പറയും അനന്തര സ്വത്തിന്, വറസ എന്ന് പറയും അനന്തരാവകാശികൾക്ക്. യൂസിക്കുമുല്ലാഹു ഫി ഔലാദിക്കും ലിദ്ദക്കരി മിസ്ലു ഹദ്ദിൽ ഉൻസയൈൻ എന്ന് തുടങ്ങിയിട്ട് മീറാസിൻ്റെ ആയത്തുകൾ സൂറത്തുൻ നിസായിൽ നമുക്ക് കാണാൻ സാധിക്കും. അനന്തരമെടുക്കുന്നവൻ എന്നർത്ഥം. അത് ഭാഷയിൽ. ഒരു ഹദീസിൽ അതിൻ്റെ ഭാഷാർത്ഥം മനസ്സിലാക്കാനാണ് ഈ ഹദീസ് കേൾപ്പിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി അബൂ ഹുറൈറയിൽ നിന്ന് ഇമാം ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് സഹീഹാണ്. എന്താ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്? മാ മിൻകും മിൻ അഹദിൻ ഇല്ലാ ലഹു മൻസിലാനി മൻസിലുൻ ഫിൽ ജന്നഹ് വ മൻസിലുൻ ഫിന്നാർ. മാ മിൻകും മിൻ അഹദിൻ, നിങ്ങളിൽ ആരുമില്ല, ഇല്ലാ ലഹു മൻസിലാൻ, അവന് 2 മൻസിലുകളില്ലാതെ. മൻസിൽ എന്ന് പറഞ്ഞാൽ എന്താ? താമസ സ്ഥാനം, ഇറങ്ങുന്നിടം എന്നൊക്കെയാണ്. മൻസിലും ഫിൽ ജന്ന വ മൻസിലും ഫിന്നാർ, ഒരു താമസ സ്ഥലം സ്വർഗത്തിലാണ്,
ഒരു താമസ സ്ഥലം നരകത്തിലാണ്. അപ്പം എല്ലാവർക്കും എന്തുണ്ട്? സ്വർഗത്തിലും ഒരു മൻസിലുണ്ട്, നരകത്തിലും ഒരു മൻസിലുണ്ട്. فإذا مات فدخل الجنة ورث أهل الجنة منزله. ഒരു വ്യക്തി മരിച്ച് അവൻ നരകത്തിലാണ് പ്രവേശിക്കുന്നത് എങ്കിൽ, അള്ളാഹു നമ്മളെ കാക്കട്ടെ, അല്ലാഹുമ്മ അജിർനാ മിനന്നാർ, അല്ലാഹുമ്മ അജിർനാ മിനന്നാർ, അല്ലാഹുമ്മ അജിർനാ മിനന്നാർ. നരകത്തിലാണ് അയാൾ പ്രവേശിക്കുന്നത് എങ്കിൽ വരിസ അഹ്ലുൽ ജന്നത്തി മൻസിലഹു, സ്വർഗത്തിൽ പ്രവേശിച്ചവർ ഈ വ്യക്തിയുടെ സ്വർഗത്തിലെ വീട് അനന്തരെടുക്കും. അതായത് എല്ലാ മനുഷ്യർക്കും എന്തുണ്ട്? സ്വർഗത്തിലും ഒരു വീടുണ്ട്, നരകത്തിലും ഒരു വീടുണ്ട്. ഒരു വ്യക്തി മരിച്ച് അവൻ സ്വർഗത്തിൽ പോയില്ല, നരകത്തിലാണ് പോകുന്നത് എങ്കിൽ, അള്ളാഹു നമ്മളെ കാക്കട്ടെ, നഊദു ബില്ലാഹ്, സ്വർഗത്തിൽ പ്രവേശിച്ചവർ ഈ നരകത്തിൽ പോയവന്റെ വീടിനെ, മൻസിലിനെ അനന്തരമെടുക്കും എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. അവിടെ പറഞ്ഞത് വരിസ എന്നാണ്, അനന്തരമെടുക്കും. അതിൻ്റെ ഇസ്മു ഫായിലാണ് വാരിസ്, അനന്തരമെടുക്കുന്നവൻ. ഇത് പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഒരായത്തോതി, അഥവാ നരകത്തിൽ പോയവന്റെ സ്വർഗത്തിലെ വീട് അത് സ്വർഗവാസികൾ അനന്തരമെടുക്കും. ഫദാലിക ഖൗലുഹു തആല, അതാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഉലൈക ഹുമുൽ വാരിസൂൻ, ഉലൈക ഹുമുൽ വാരിസൂൻ, അവർ അക്കൂട്ടർ, അവർ അനന്തരമെടുക്കുന്നവരാകുന്നു. സൂറത്തുൽ മുഅ്മിനൂന്റെ തുടക്കത്തിൽ പറഞ്ഞില്ലേ, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ വല്ലദീന ഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വിജയികളായ വിശ്വാസികളെ കുറിച്ച് പറഞ്ഞപ്പോൾ അവസാനിപ്പിച്ചത് എങ്ങനെയാണ്? ഉലൈക ഹുമുൽ വാരിസൂൻ അല്ലദീന യരിസൂനൽ ഫിർദൗസ് ഹും ഫീഹാ ഖാലിദൂൻ. ഫിർദൗസിന് അനന്തരമെടുക്കുകയും സ്വർഗത്തിൽ നിത്യവാസികളാവുകയും ചെയ്യുന്ന ആളുകൾ അവരാകുന്നു അൽ വാരിസൂൻ, അനന്തരമെടുക്കുന്നവർ. ആരനന്തരമെടുക്കും? അതാണ് നബിയുന മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വഅല ആലിഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, നരകത്തിൽ പോകുന്നവൻ്റെ സ്വർഗത്തിലെ വീട്. അപ്പോൾ നരകത്തിലും വീടുണ്ട്, സ്വർഗത്തിലും വീടുണ്ട്. ഒരാൾ മരിച്ചിട്ട് നരകത്തിലാണ് പോകുന്നത് എങ്കിൽ, അള്ളാഹു നമ്മളെ കാക്കട്ടെ, നഊദു ബില്ലാഹ്, അവൻ്റെ സ്വർഗത്തിലെ വീട് സ്വർഗാവകാശികൾ അനന്തരമെടുക്കും എന്നാണ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വഅലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അവിടെ വരിസ എന്നാണ് പ്രയോഗിച്ചത്, അനന്തരമെടുക്കുക. ഇതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിത്യമായി ദുആ ചെയ്തിരുന്ന ഒരു ദുആയിൽപ്പെട്ടതാണ്, അല്ലാഹുമ്മ മത്തിഅനി ബിസംഇ വബസരി വജ്അൽഹുമൽ വാരിസ മിന്നി വൻസുർനി അലാ അദുവി വഅരിനി മിൻഹു സഅരി. എന്താ? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ഇരക്കാറുണ്ടായിരുന്നു. അബൂ ഹുറൈറയിൽ തന്നെ സഹീഹായി ഉദ്ധരിക്കപ്പെടുന്ന ഹദീസാണ്. അല്ലാഹുമ്മ, അല്ലാഹുവേ, മത്തിഅനി ബിസംഇ വബസരി, എൻ്റെ കേൾവിയിൽ, എൻ്റെ കാഴ്ചയിൽ നീ എനിക്ക് സൗഖ്യമേകണമേ. കേൾവിയിൽ സൗഖ്യം, കാഴ്ചയിൽ സൗഖ്യം എന്ന് പറഞ്ഞാൽ എന്താ? അതിൽ ഐശ്വര്യമാണ്, അനുഗ്രഹമാണ്, അതിൽ ആഫിയത്താണ്. അത് നീ എനിക്ക് നൽകണമേ. എന്നിട്ട് പറയണം, വജഅൽഹുമാ അൽ വാരിസ മിന്നി, എൻ്റെ കേൾവിയെയും എൻ്റെ കാഴ്ചയെയും നീ എന്നിൽ നിന്ന് വാരിസാക്കണമേ എന്ന് പറഞ്ഞാൽ എന്താ? എൻ്റെ ഏത് അവയവത്തിന് ബലക്ഷയം സംഭവിച്ചാലും, പ്രയാസമുണ്ടായാലും, കണ്ണിനും കാതിനും കേൾവിക്കും കാഴ്ചക്കും പ്രയാസം ഉണ്ടാകരുത്. അവസാനമായിട്ട് പ്രയാസം ഒരാൾ, ഏതൊരു മനുഷ്യനാണെങ്കിലും, മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം മരണവും നാശവും പറയപ്പെട്ടതാണ്. അവയവങ്ങൾക്ക് തളർച്ച ഉണ്ടാകും, രോഗം വരും, എല്ലാ അവയവങ്ങളും മരണത്തിന് കീഴൊതുങ്ങുന്ന ഒരു ഭാവിയുണ്ട്. പക്ഷേ ഏത് അവയവത്തിനും അള്ളാഹു വിധിച്ച പ്രയാസങ്ങൾ വന്നിറങ്ങിയിട്ടുണ്ട് എങ്കിൽ കണ്ണിൻ്റെയും കാതിൻ്റെയും അവസാനാക്കണം. കാരണം എന്താ? ഒരാൾക്ക് കാഴ്ച പോയാൽ, അതേപോലെ തന്നെ ഒരാൾക്ക് കേൾവി പോയാൽ അതിനാൽ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ മതത്തിൻ്റെ വിഷയത്തിൽ പ്രത്യേകിച്ച് അതുകൊണ്ടാണ് വജ്അൽഹുമാ അൽ വാരിസ മിന്നി, എന്നിൽ നിന്ന് കണ്ണിനെയും കാതിനെയും വാരിസാക്കണമേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? അവസാനം കേടുവരുന്നത്
അവസാനം പ്രയാസപ്പെടുന്നത് എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ കണ്ണിനെയും കാതിനെയും കണ്ണിനെയും കേടാകാതെ നിലനിർത്തണമേ അവസാനം വരേക്കും. അതിനും മരണമുണ്ട്, അതിനും നാശമുണ്ട്. പക്ഷെ അവസാനം വരേക്കും അതിനെ നീ സൂക്ഷിച്ചു നിർത്തണമേ, മറ്റുള്ളതിനൊക്കെ കേട് വന്നാലും എന്ന അർത്ഥത്തിലാണ് ആ ദുആ. ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത് അൽ വാരിസ് എന്ന അള്ളാഹുവിൻ്റെ നാമം അർത്ഥമാക്കുന്നത് എന്ത് എന്ന് മനസ്സിലാക്കുവാൻ അതിൻ്റെ ഭാഷാർത്ഥാണ്. അള്ളാഹുവിൻ്റെ ഹക്കിനെ സംബന്ധിച്ചിടത്തോളം അൽ വാരിസ് എന്ന അള്ളാഹുവിൻ്റെ നാമം അർത്ഥമാക്കുന്നത് ഹുവൽ ബാഖി ബഅദ ഫനാഇൽ ഖൽഖ്. അൽ വാരിസു ലിജമീഇൽ അഷ്യാ ബഅദ ഫനാഇ അഹ്ലിഹ. എല്ലാ പടപ്പുകളും മരിച്ചാൽ, നശിച്ചാൽ മരിക്കാതെ ശേഷിക്കുന്ന സൃഷ്ടാവാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. അതാണ് അൽ വാരിസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം. മാത്രമല്ല അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവരും മരിച്ചാൽ ഇവിടെ നിലനിൽക്കുന്നവനും മരിക്കാത്തവനുമാണ്, എല്ലാത്തിനെയും അനന്തരമെടുക്കുന്നവനുമാണ്. ഭൂവാസികളൊക്കെ മരിക്കും. ഭൂവാസികൾ മരിച്ചാൽ ഈ ഭൂമിക്കുപരിയിൽ അവകാശിയായിട്ട് ശേഷിക്കുന്നത് ആരാ? മരണമില്ലാത്ത, നാശമില്ലാത്ത അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. അതാണ് അൽ വാരിസ് എന്ന നാമത്തിൻ്റെ അർത്ഥം. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വകം അഹ്ലക്നാ മിൻ ഖറിയത്തിൻ ബതിറത് മഈശതഹ. സ്വന്തം ജീവിത സുഖത്തിൽ മതിമറന്നാസ്വദിച്ച് അഹങ്കരിച്ച എത്ര രാജ്യങ്ങളെ നാം നശിപ്പിച്ചിട്ടുണ്ട്. എത്ര നാടുകളെ അള്ളാഹു നശിപ്പിച്ചത് പറയാ. എന്താ അതിൻ്റെ പ്രത്യേകത? ബതിറത് മഈശതഹ, ജീവിത സുഖത്തിൽ മതിമറന്ന് അഹങ്കരിച്ച് ജീവിച്ചു എന്നുള്ളതാണ്. എന്നിട്ട് അള്ളാഹു പറയാണ് ഫതിൽക മസാകിനുഹും, അങ്ങനെ ജീവിത സുഖത്തിൽ മതിമറന്ന് അഹങ്കരിച്ച് ജീവിച്ച അവരുടെ നാടുകൾ ലം തുസ്കം മിൻ ബഅദിഹിം ഇല്ലാ ഖലീല, വളരെ കുറച്ച് മാത്രമേ അവിടെ പിന്നീട് ആൾപ്പാർപ്പും താമസം ഉണ്ടായിട്ടുള്ളൂ. വകുന്നാ നഹ്നുൽ വാരിസീൻ, അള്ളാഹു പറയാണ് നാം അവകാശിയായി, അനന്തരാവകാശി അള്ളാഹു ആയി എന്ന് അള്ളാഹു പറയാണ്. അപ്പോൾ ഈ ഉലകത്തിലുള്ളവർ മരിച്ചാൽ, നശിച്ചാൽ, മരിക്കാതെ ശേഷിക്കുന്നവനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. ഈ ഉലകത്തെ അനന്തരമെടുക്കുന്നവനാകുന്നു അള്ളാഹു സുബ്ഹാനഹു വ തആല. അതാണ് അൽ വാരിസ് എന്ന നാമം അർത്ഥമാക്കുന്നത്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇന്നാ നഹ്നു നരിസുൽ അർദ വമൻ അലൈഹാ വ ഇലൈനാ യുർജഊൻ. ഇന്നാ നഹ്നു, തീർച്ചയായും നാം, നരിസുൽ അർദ്, ഭൂമിയെ അനന്തരമാക്കും, വമൻ അലൈഹ, ഭൂമിക്കുപരിയിലുള്ളവരെയും, വ ഇലൈനാ യുർജഊൻ, നമ്മിലേക്ക് മാത്രമാകുന്നു അവർ മടക്കപ്പെടുക. ഇത് ഈ ആയത്ത് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് മറിയമിലാണ്. ഇന്നാ നഹ്നു നരിസുൽ അർദ്, ഭൂമിയെ നാം അനന്തരമാക്കും, വമൻ അലൈഹ, ഭൂമിക്കുപരിയിലുള്ളവരെയും, വ ഇലൈനാ യുർജഊൻ, നമ്മിലേക്ക് മാത്രമാകുന്നു അവരുടെ മടക്കം എന്ന് അല്ലാഹു പറയുന്നത് സൂറത്ത് മറിയമിൽ ഈസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സംഭവം പറഞ്ഞിട്ടാണ്. വദ്കുർ ഫിൽ കിതാബി മറിയമ ഇദ് ഇൻതബദത് മിൻ അഹ്ലിഹാ മകാനൻ ശർഖിയ്യ എന്ന് തുടങ്ങി മറിയം അലൈഹി സ്വലാത്തു വസ്സലാമയുടെയും ഈസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെയും ചരിത്രം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ്, പിന്നെ വദ്കുർ ഫിൽ കിതാബി ഇബ്രാഹിം, വേദത്തിൽ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കഥ അനുസ്മരിക്കുക എന്നുള്ള ചരിത്രം ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടേത് തുടങ്ങുന്നതിന് മുമ്പ് ഈസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കഥ അവസാനിക്കുന്നത് ഈ ആയത്ത് കൊണ്ടാണ്. ഇന്നാ നഹ്നു നരിസുൽ അർദ് വമൻ അലൈഹ, ഭൂമിയെയും ഭൂമിക്കുപരിയുള്ളവരെയും നാം അനന്തരമാക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടാണ് ആ സംഭവം അവസാനിപ്പിക്കുന്നത്. എന്തിനാ പറഞ്ഞത്? ഈസ അലൈഹി സ്വലാത്തു വസ്സലാം ഇപ്പം മരണപ്പെട്ടിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈസയെ ആകാശത്തിലേക്ക് ഉയർത്തിയിക്കുക. യാ ഈസ ഇന്നി മുതവഫിക് വറാഫിഉക ഇലൈ. ഈസ അലൈഹി സ്വലാത്തു വസ്സലാമെ അള്ളാഹു പൂർണ്ണമായി ഏറ്റെടുത്തു. എന്നിട്ട് അള്ളാഹു പറയാം നമ്മിലേക്ക്, അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ് നാം ഉയർത്തി. അതേപോലെ ബൽ റഫഅഹുല്ലാഹു ഇലൈ, അള്ളാഹു ഈസയെ തന്നിലേക്ക് ഉയർത്തി. അതുകൊണ്ട് തന്നെ ഈസ അലൈഹി സ്വലാത്തു വസ്സലാം ഉപരിലോകത്ത്
ജീവിക്കണം. ജൂതർ അദ്ദേഹത്തെ ക്രൂശിച്ചിട്ടുമില്ല, വധിച്ചിട്ടുമില്ല. ഇനി ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം വരും. എപ്പോൾ വരും? അന്ത്യനാളിൻ്റെ അലാമത്ത് എന്നോണം ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം അവതരിക്കും. സിറിയൻ ദേശത്തെ അൽ മനാറത്തുൽ ബൈദ എന്ന് പറയുന്ന സ്ഥലത്ത് 2 മലക്കുകളുടെ ചിറകുകളിൽ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം വന്നിറങ്ങും. അങ്ങനെ അദ്ദേഹത്തിൻ്റെ മേൽ ബാധ്യതയാക്കപ്പെട്ട ദൗത്യങ്ങൾ, ധർമ്മങ്ങൾ നിർവഹിച്ച് അദ്ദേഹം പിന്നീട് മരണപ്പെടും. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ഈ വിധം പ്രത്യേകതകളൊക്കെ ഉണ്ടെങ്കിലും ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് മരണമുണ്ട്. അദ്ദേഹം മരിക്കും. ഭൂമിക്കുപരിയിൽ ഉള്ളവരെ എല്ലാം അള്ളാഹു അനന്തരമാക്കും എന്ന് അള്ളാഹു പറയാണ്. ഇന്നാ നഹ്നു നരിസുൽ അർദ് വമൻ അലൈഹ. ആ ഭൂമിയെയും ഭൂമിക്കുപരിയിലുള്ളവരെയും എല്ലാം നാം അനന്തരമാക്കും എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. ആ അർത്ഥത്തിലാണ് അൽ വാരിസ്. അള്ളാഹ്ക്ക് മരണമില്ല, അള്ളാഹു ശേഷിക്കും. എല്ലാ പടപ്പുകൾ ഈ ഭൂമിക്കുപരിയിൽ മരിച്ചാലും, ഈ ഉലകത്തിൽ എല്ലാ പടപ്പുകൾക്ക് നാശമുണ്ടായാലും മരണമില്ലാതെ നാശമില്ലാതെ ശേഷിക്കുന്നവനാകുന്നു അള്ളാഹു. അതാണ് അള്ളാഹുവിൻ്റെ അൽ വാരിസ് എന്ന നാമം അർത്ഥമാക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ദുആയിൽ കാണാം, അഊദു ബിഇസ്സതിക് ലാ ഇലാഹ ഇല്ലാ അൻത അൽ ഹയ്യുൽ ലദീ ലാ യമൂത്ത്. വൽ ഇൻസു വൽ ജിന്നു യമൂതൂൻ. അഊദു ബിഇസ്സതിക്, അല്ലാഹുവേ നിന്റെ ഇസ്സത്തിനെ മുൻനിർത്തി, അല്ലെങ്കിൽ നിന്റെ ഇസ്സത്തിൽ ഞാൻ അഭയം തേടുന്നു. ലാ ഇലാഹ ഇല്ലാ അൻത്, നീ അല്ലാതെ ഒരു ഇലാഹുമില്ല. അൽ ഹയ്യുൽ ലദീ ലാ യമൂത്ത്, നീ മരണമില്ലാതെ എന്നെന്നും ജീവിക്കുന്നവനാണ്. വൽ ഇൻസു വൽ ജിൻ യമൂതൂൻ, ജിന്നുകളും ഇൻസുകളും ആരായാലും അവർക്കൊക്കെ മരണമുണ്ട് എന്നുള്ളത് സമ്മതിക്കണം. അപ്പം മനുഷ്യർ, അവർ, ജിന്നുകൾ, ഇവരൊക്കെ എന്തുള്ളവരാണ്? ഒക്കെ മരണമുണ്ട്. പടപ്പുകൾക്ക് നാശമുണ്ട്. എന്നാൽ പടച്ചറബിന് മരണമല്ല, നാശമല്ല. എല്ലാവരെയും അനന്തരമെടുക്കും വിധം അള്ളാഹു നിലനിൽക്കുന്നവനാണ് എന്നതാണ് അൽ വാരിസ് അർത്ഥമാക്കുന്നത്. ഒരു ഉറുദു പത്രത്തിലൊരു വാർത്ത, മിഞ്ഞാന്നല്ലേ വാർത്ത. എന്താ വാർത്ത? ഒരു പാകിസ്ഥാൻ സ്വദേശി വധശിക്ഷ അർഹിക്കുന്ന, ഖിസാസ് അർഹിക്കുന്ന ഒരു തെറ്റ് ചെയ്തു. അദ്ദേഹത്തെ ഖിസാസിൽ വധിക്കണം. അങ്ങനെ അദ്ദേഹത്തെ പ്രതിക്രിയ എന്നോണം വധിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ വധിക്കാൻ തീരുമാനിച്ച് അദ്ദേഹത്തെ വധിക്കാൻ കൊണ്ടുവന്ന്, മനസ്സിലായില്ലേ? കുറ്റം വായിച്ച് 30 സെക്കൻഡ് ശേഷിക്കുമ്പോൾ വധിക്കപ്പെട്ടവൻ്റെ ബന്ധുക്കൾ മാപ്പ് കൊടുത്തു. 30 സെക്കൻഡ്. അത് പ്രത്യേകം പത്രത്തിലെ വാർത്തയാണ് അല്ലേ. മരണം മുന്നിൽ കാണുകയാണ് അയാൾ. കെലിമ ചൊല്ലിയിട്ട് മരണത്തിന് കാതോർക്കുകയാണ്. 30 സെക്കൻഡ്, 30 മിനിറ്റ് അല്ല, 30 സെക്കൻഡ് ശേഷിക്കുമ്പോൾ വധിക്കപ്പെട്ടവൻ്റെ ബന്ധുക്കൾ ഞങ്ങൾ മാപ്പ് കൊടുത്തു എന്ന് പറയാണ്. മനസ്സിലായില്ലേ? അള്ളാഹുവിൻ്റെ ഖദർ. പക്ഷേ ആ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടാലും മരണം വരാനുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല നിശ്ചയിച്ച അവധി എത്തിയിട്ടുണ്ടെങ്കിൽ ലാ യുഅഖിറുല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹ, അജൽ എത്തിയിട്ടുണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു മനുഷ്യനെയും പിന്തിപ്പിക്കൂല. എല്ലാവർക്കും മരണമുണ്ട്. മരണവും നാശവുമില്ലാതെ എല്ലാത്തിനെയും അനന്തരമെടുക്കും വിധം ശേഷിക്കുന്നവൻ അവനാകുന്നു അള്ളാഹു സുബ്ഹാനഹു വതആല. അമീറുൽ മുഅ്മിനീൻ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി നടത്തിയ ഒരു പ്രസംഗമുണ്ട്. ആ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞ ഏതാനും കാര്യങ്ങൾ വളരെ അർത്ഥവത്താണ്. അള്ളാഹുവിൻ്റെ ഈ ഒരു നാമത്തെ അനുസ്മരിച്ചുകൊണ്ടാണ് അദ്ദേഹം തൻ്റെ പ്രസംഗം നിർവഹിക്കുന്നത്. എന്താ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി പ്രസംഗിച്ചത്? ഇന്നകും ലം തുഖ്ലഖു അബസ. ആളുകളോട് അദ്ദേഹം പറയുന്നത്, നിങ്ങൾ വെറുതെ സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല. വലൻ തുത്രകു സുദ, നിങ്ങൾ വെറുതെ വിട്ടേക്കുകയുമില്ല. വ ഇന്നലക്കും മആദൻ, നിങ്ങൾക്കൊരു മടക്കസ്ഥാനമുണ്ട്. യൻസിലുല്ലാഹു ഫീഹി ലിൽ ഹുക്മി ബൈനക്കും വൽ ഫസ്ലി ബൈനക്കും. ആ മടക്കസ്ഥാനത്ത് അള്ളാഹു നിങ്ങളിലേക്ക് ഇറങ്ങി വരികയും
അള്ളാഹു നിങ്ങൾക്കിടയിൽ വിധി തീർപ്പ് കൽപ്പിക്കുകയും ചെയ്യും. ഫഖാബ വഖസിർ മൻ ഖറജ മിൻ റഹ്മത്തില്ലാഹ്. ആ വിധി തീർപ്പിൻ്റെ വേദി നാളെ ഒരുക്കപ്പെട്ടാൽ, അള്ളാഹു വിധി തീർപ്പിന് ആഗതമായാൽ, അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ നിന്ന് പുറത്തു ചാടിയവൻ അവൻ പരാജയപ്പെട്ടിരിക്കുന്നു. വഹുരിമ ജന്നതൻ അർദുഹസ് സമാവാതു വൽ അർദ്. ആ വിധി തീർപ്പിൻ്റെ വേദിയിൽ വാനങ്ങളെക്കാൾ ഭൂമിയേക്കാൾ വിശാലമായ സ്വർഗം ആർക്കാണോ നിഷിദ്ധമാക്കപ്പെട്ടത് അവൻ നിരാശപ്പെട്ടിരിക്കുന്നു, ഇച്ഛാഭംഗപ്പെട്ടിരിക്കുന്നു, പരാജയപ്പെട്ടിരിക്കുന്നു. അലം തഅലമു അന്നഹു ലാ യഅ്മനു ഗദൻ ഇല്ലാ മൻ ഹദറ ഹാദൽ യൗമ വഖാഫഹു. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പറയണം, അലം തഅലമു നിങ്ങൾക്കറിയില്ലേ, അന്നഹു ലാ യഅ്മനു ഗദൻ നാളെ മഹ്ശറയിൽ നിർഭയനാവുകയില്ല, ഇല്ലാ മൻ ഹദറ ഹാദൽ യൗം വഖാഫഹു അന്ത്യനാളിനെ സൂക്ഷിക്കുകയും ഭയക്കുകയും ചെയ്തവനല്ലാതെ. ഈ ദുനിയാവിൽ ജീവിക്കുമ്പോൾ പരലോകത്തെ പേടിച്ച് കഴിയുന്നവനാണ് പരലോകത്ത് നിർഭയത്വം. അതാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പറയുന്നത്. ശാശ്വതമായത് ലഭിക്കാൻ വേണ്ടിയിട്ട് നശ്വരമായതിനെ വിൽക്കണം. കൂടുതൽ നേടാനുണ്ട്, അതിനു വേണ്ടിയിട്ട് തുച്ഛമായതിനെ വിൽക്കണം. നിർഭയത്വത്തിന് വേണ്ടിയിട്ട് ഭീതിജനകമായതിനെ വിൽക്കണം. അവർക്ക് മാത്രമാകുന്നു നാളെ നിർഭയത്വം. അലാ തറൗന അന്നകും മിൻ അസ്ലാബിൽ ഹാലികീൻ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പറയാണ്, നിങ്ങൾക്കറിയില്ലേ നിങ്ങൾ മരണപ്പെടുന്നവരുടെ മുതുകിൽ നിന്ന് ജന്മം കൊണ്ടവരാണെന്ന്. പിതാക്കൾ, പ്രപിതാക്കൾ, അവരിലൂടെയാണല്ലോ നമ്മൾ വന്നത്, അവരുടെ മുതുകിലൂടെയാണ് വന്നത്. അവരൊക്കെ തിരിഞ്ഞു നോക്കാണി, ആരുമില്ല, ഒക്കെ മരിച്ചിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്താ? മരണപ്പെടുന്നവരുടെ മുതുകിലൂടെ ജന്മം കൊണ്ടവരാണ് എങ്കിൽ നമുക്കും മരിച്ചു പോകണം. അതാണ് ആ പറയുന്നത്. സയകൂനു മിൻ ബഅദികുമുൽ ബാഖീൻ. നിങ്ങൾ മരിക്കും, നിങ്ങളുടെ കാലശേഷം വരാനുള്ളവർ ഉണ്ടാകും. ഹത്താ തുറദ്ദൂന ഇലാ ഖൈരിൽ വാരിസീൻ. ഈ ജീവിത സംക്രമണം ഇങ്ങനെ തുടരും. ഹത്താ തുറദ്ദൂൻ നിങ്ങൾ മടക്കപ്പെടുന്നത് വരെ ഇലാ ഖൈരിൽ വാരിസീൻ, ഖൈറുൽ വാരിസീനിലേക്ക്. ആരാ ഈ ഖൈറുൽ വാരിസീൻ? അനന്തരമെടുക്കുന്നതിൽ ഏറ്റവും ഉത്തമൻ ആരാ? അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അപ്പോൾ നമ്മളൊക്കെ പൂർവികരെ അനന്തരമെടുത്ത് ഇങ്ങനെ പോവുകയാണ്. പക്ഷെ നമ്മളുടെ അനന്തരത്വത്തിൻ്റെ പ്രത്യേകത എന്താ? നമ്മൾ അനന്തരം എടുക്കും. ആ അനന്തരസത്ത് ചിലപ്പോൾ കാണാൻ, അത് തൊടാൻ, അത് ആസ്വദിക്കാൻ, അതിൽ ജീവിക്കാൻ പോലും അവസരമില്ലാതെ നമ്മൾ മരിച്ചു പോകും. അതാണ് നമ്മുടെ അവസ്ഥ. എല്ലാത്തിനെയും അനന്തരമെടുക്കുന്ന, പൂർണ്ണാർത്ഥത്തിൽ അനന്തരമെടുക്കുന്നവൻ അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അവനിലേക്ക് നിങ്ങൾ മടക്കപ്പെടുന്നത് വരേക്കും ഇങ്ങനെ നിങ്ങൾ ജീവിക്കും. സുമ്മ ഇന്നക്കും ഫീ കുല്ലി യൗമിൻ തുശയ്യിഊന ഗാദിയൻ വറായിഹ ഇലല്ലാഹ്. പിന്നീട് അദ്ദേഹം തൻ്റെ ഉപദേശങ്ങൾ തുടർത്തുകയാണ്. നമ്മുടെ വിഷയമല്ല ഇവിടെ. ഖൈറുൽ വാരിസീൻ, അവനിലേക്ക് നിങ്ങൾ മടക്കപ്പെടും എന്ന് ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി ഉത്ബോധിപ്പിക്കണ്ടായി. മനസ്സിലായില്ലേ? നമ്മളൊക്കെ മരിക്കും, നമ്മളൊക്കെ കൊണ്ടടക്കം നമ്മളിവിടെ ശേഷിപ്പിക്കും. എല്ലാത്തിനെയും അനന്തരമെടുക്കുന്നവനായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രം ശേഷിക്കും. അവനിലേക്ക് നമ്മൾ മടക്കപ്പെടുകയും ചെയ്യും എന്നുള്ളതാണ് അദ്ദേഹത്തിൽ നിന്നുള്ളതായ ഉത്ബോധനം. അൽ വാരിസ് എന്ന അള്ളാഹുവിൻ്റെ നാമം വിശുദ്ധ ഖുർആനിൽ ബഹുവചന രൂപത്തിൽ വന്നു എന്ന് ഞാൻ പറഞ്ഞു. അത് വന്ന ഒരിടം ഒരു ദുആയിൽ, ഒരു പ്രാർത്ഥനയിൽ ആ നാമത്തെ വസീലയാക്കിക്കൊണ്ടുള്ള പ്രാർത്ഥനയായിട്ടാണ് വന്നത്. അത് നമ്മൾ വളരെ ശ്രദ്ധാപൂർവ്വം മനസ്സിലാക്കേണ്ട ഒരു മസാല കൂടിയാണ്. അള്ളാഹുവിൻ്റെ വാരിസ് എന്ന നാമം വാരിസീൻ എന്ന് ബഹുവചന രൂപത്തിൽ വിശുദ്ധ ഖുർആനിൽ 3 തവണ വന്നു. അതിലൊരു തവണ ആ നാമത്തെ മുൻനിർത്തി അള്ളാഹുവിനോടുള്ള ഒരു ദുആയും തേട്ടവുമാണ്. അതാണ് നമ്മൾ വായിക്കുന്നത് സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ദുആ. വസക്കരിയ ഇദ് നാദാ റബ്ബഹു. സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം നിങ്ങൾ അനുസ്മരിക്കണം. എന്താ? ഇദ് നാദാ റബ്ബഹു, അദ്ദേഹം തൻ്റെ റബ്ബിനോട് ദുആ ചെയ്ത സന്ദർഭം. എന്താ ദുആ? റബ്ബി ലാ തദർനി ഫർദ, എൻ്റെ റബ്ബെ നീ എന്നെ തനിച്ച് വിട്ടേക്കരുത്. വ അൻത ഖൈറുൽ വാരിസീൻ, നീയാകുന്നു അനന്തരമെടുക്കുന്നവരിൽ ഉത്തമൻ. അള്ളാഹുവാണ് അനന്തരമെടുക്കുന്നവരിൽ ഉത്തമൻ. പക്ഷേ
എന്നെ നീ തനിച്ച് വിട്ടേക്കരുതേ. അദ്ദേഹത്തിന് ഇല്ല, സന്താനങ്ങളില്ല. അപ്പോൾ അദ്ദേഹം അള്ളാഹുവിനോട് ഖൈറുൽ വാരിസീൻ നീയാണല്ലോ എന്ന് പറഞ്ഞ് ആ നാമത്തെ വസീലയാക്കിയിട്ട് അള്ളാഹുവിനോട് ദുആ ഇരക്കാണ്. അള്ളാഹിൻ്റെ നാമങ്ങൾ എന്തിനാ? അള്ളാഹിൻ്റെ നാമങ്ങൾ നമ്മൾ പഠിക്കണത് നമ്മളുടെ ജീവിതത്തിൽ പകർത്താനും അതേപോലെ തന്നെ അതിൻ്റെ ആശയം ഉൾക്കൊണ്ടിട്ട് നമ്മൾ ജീവിതം ധന്യമാക്കാനും ആ നാമങ്ങൾ കൊണ്ട് അള്ളാഹിനോട് ദുആ ചെയ്യാനാണ്. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന, ഫലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന, അള്ളാഹ്ക്ക് മാത്രമാകുന്നു ഉത്തമമായ നാമങ്ങൾ. ഫദ്ഉഹു ബിഹ, ആ നാമങ്ങൾ കൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ഇരക്കണമെന്ന് അള്ളാഹു നമ്മളോട് കൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അള്ളാഹുവിൻ്റെ നാമങ്ങളെ മുൻനിർത്തിയിട്ട് ദുആ ചെയ്താൽ അതിന് അതിൻ്റെതായ ഫലമുണ്ട്. ഇവിടെ അൽ വാരിസ് എന്ന നാമത്തെ മുൻനിർത്തിയിട്ട് അള്ളാഹുവിനോട് സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്തു. ഇത് സൂറത്ത് അംബിയായിൽ പറയാണ്. ആ ദുആയുടെ ഒരു വിഷയം സൂറത്ത് മറിയമിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒന്നുകൂടി വിശദീകരിച്ച് അത് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തിന്? ഈ നാമത്തെ മുൻനിർത്തി സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാം നിർവഹിച്ച ആ ദുആയുടെ ഫലം, അതിൻ്റെ ഗുണം, അത് നമ്മൾ ശരിക്കും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. എന്താ മറിയമിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്? ദിക്റു റഹ്മത്തി റബ്ബിക അബ്ദഹു സക്കരിയ എന്ന് പറഞ്ഞ് ഇദ് നാദാ റബ്ബഹു നിദാഅൻ ഖഫിയ്യ ഖാല റബ്ബി ഇന്നി വഹനൽ അദ്മു മിന്നി വഷ്തഅല അർ-റഅസു ശൈബ വലം അകുൻ ബിദുആഇക റബ്ബി ശഖിയ്യ വഇന്നി ഖിഫ്തുൽ മവാലിയ മിൻ വറാഇ വകാനത് ഇംറഅതി ആഖിറ ഫഹബ് ലി മിൻ ലദുൻക വലിയ യരിസുനി വയരിസു മിൻ ആലി യാഖൂബ് വജ്അൽഹു റബ്ബി റദിയ യാ സക്കരിയ ഇന്നാ നുബശ്ശിറുക ബിഗുലാമിൻ ഇസ്മുഹു യഹ്യ ലൻ നജ്അൽ ലഹു മിൻ ഖബ്ലു സമീയ. എന്താ? ദിക്റു റഹ്മത്തി റബ്ബിക അബ്ദഹു സക്കരിയ, നിന്റെ രക്ഷിതാവായ അള്ളാഹു തൻ്റെ ദാസനായ സക്കരിയക്ക് നൽകിയ, സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് നൽകിയ അനുഗ്രഹത്തെ സംബന്ധിച്ചുള്ള വിവരണം പറയാൻ പോവുകയാണ്. അള്ളാഹു സക്കരിയ നബിക്ക് നൽകിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് പറയാണ്. സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാം ഇദ് നാദാ റബ്ബഹു നിദാഅൻ ഖഫിയ്യ, തൻ്റെ റബ്ബിനെ പതുക്കെ വിളിച്ച് പ്രാർത്ഥിച്ചു. പതിഞ്ഞ സ്വരത്തിൽ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. എന്താ പ്രാർത്ഥിച്ചത്? ഖാല, സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചു, റബ്ബി ഇന്നി വഹനൽ അദ്മു മിന്നി വഷ്തഅല അർ-റഅസു ശൈബ, എൻ്റെ രക്ഷിതാവേ, എൻ്റെ എല്ലുകൾ ബലഹീനമായി കഴിഞ്ഞു, അതിന് എല്ലുകൾക്ക് ബലക്ഷയം സംഭവിച്ചു. തലയാണെങ്കിലോ നിരച്ച് തിളങ്ങി എന്ന് പറഞ്ഞാൽ വാർദ്ധക്യത്തിൻ്റെ അങ്ങേയറ്റത്തെത്തി നടത്തും. ഒരു മനുഷ്യൻ്റെ എല്ലുകൾ ശോഷിക്കുക എന്ന് പറഞ്ഞാൽ, തല നിരച്ച് തിളങ്ങുക എന്ന് പറഞ്ഞാൽ അത്ര വയസ്സായി അദ്ദേഹത്തിന്. വലം അകുൻ ബിദുആഇക റബ്ബി ശഖിയ്യ, ആ പതിഞ്ഞ സ്വരത്തിലുള്ള വിളിയുടെ പ്രത്യേകതയാണ് വലം അകുൻ ബിദുആഇക റബ്ബി ശഖിയ്യ. പക്ഷേ അള്ളാഹുവെ, നിന്നോടുള്ള പ്രാർത്ഥനയിൽ ഞാൻ ഭാഗ്യം കെട്ടവനായിട്ടില്ല. ഇങ്ങനെയൊക്കെയാണെങ്കിലും നരച്ച് വാർദ്ധക്യത്തിൽ തൊലി ചുളിഞ്ഞ് മുടി നരച്ച് വളഞ്ഞ് ഇങ്ങനെയൊക്കെയാണെങ്കിലും നിന്നോട് പ്രാർത്ഥിച്ചിട്ട് ഒരിക്കലും ഞാൻ ഭാഗ്യം കെട്ടവനായിട്ടില്ല. അതുകൊണ്ട് വഇന്നി ഖിഫ്തുൽ മവാലിയ മിൻ വറാഇ വകാനത് ഇംറഅതി ആഖിറ ഫഹബ് ലി മിൻ ലദുൻക വലിയ, എനിക്ക് പുറകെ വരാനുള്ള ബന്ധുമിത്രാദികളെ പറ്റി എനിക്ക് പേടിയുണ്ട്. എൻ്റെ ഭാര്യയാണെങ്കിലോ വന്ധ്യയാണ്. അതിനാൽ നിൻ്റെ പക്കൽ നിന്ന് നീ എനിക്കൊരു ബന്ധുവെ അവകാശിയാക്കി നൽകണമേ എന്ന് അദ്ദേഹം പ്രാർത്ഥിക്കണേ. എനിക്കവൻ അനന്തരാവകാശിയായിരിക്കും, യാക്കൂബ് കുടുംബത്തിനും അവൻ അനന്തരാവകാശിയായിരിക്കും. അങ്ങനെയുള്ള ഒരു സന്തതിയെ എനിക്ക് നൽകണമേ. മാത്രമല്ല വജ്അൽഹു റബ്ബി റദിയ, നീ എനിക്ക് നൽകുന്ന സന്തതി, ആ സന്തതി എല്ലാവർക്കും പ്രീതിപ്പെട്ട തൃപ്തിപ്പെടുന്ന സന്തതിയാക്കണമേ എന്ന് സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹിനോട് ദുആ ചെയ്യാണ്. ഇവിടെ സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാം വയസ്സായിട്ട് അള്ളാഹുവിനോട് പതിഞ്ഞ സ്വരത്തിൽ പ്രാർത്ഥിച്ചത് പറയാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ വന്ധ്യയാണ്. അദ്ദേഹമാട്ടെ വാർദ്ധക്യത്തിൽ ഈ അവസ്ഥയിലുമാണ്. അതുകൊണ്ട് എന്നെ അനന്തരമെടുക്കുന്ന യാക്കൂബിൻ്റെ കുടുംബത്തെ അനന്തരമെടുക്കുന്ന സന്താനത്തെ തരണേ എന്നാണ് പ്രാർത്ഥിച്ചത്. അതെന്തിനാ പ്രാർത്ഥിച്ചത്? യാക്കൂബ് എന്നെ അനന്തരം എടുക്കുന്ന സക്കരിയ നബി ആശാരിയാണ്. സക്കരിയ നബി ആശാരിയാണ്. ആശാരിപ്പണി
എൻ്റെ കാലശേഷം കൊണ്ടെടുക്കുന്ന ഒരു മകനെ തരണേന്നല്ല പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ മനസ്സിലാക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് യരിസുനി വ യരിസുമിൻ ആലി യാക്കോബ്, യാക്കോബിൻ്റെ കുടുംബത്തിൽ നിന്നും എന്നിൽ നിന്നും അനന്തരമെടുക്കുന്ന സന്താനത്തെ തരണേന്ന് പറഞ്ഞത്. എന്താ അനന്തരം എടുക്കുന്നവരാണ്? നുബൂവത്ത് അനന്തരമെടുക്കുന്നവൻ, ദീന് അനന്തരമെടുക്കുന്നവൻ, ദീനി വിജ്ഞാനം അനന്തരമെടുക്കുന്ന സന്താനത്തെ തരണേന്നാണ് അതിൻ്റെ അർത്ഥം. അതാണ് യാക്കൂബിൻ്റെ കുടുംബത്തിൻ്റെ അനന്തര സ്വത്ത്. യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സന്താന പരമ്പരയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നുബൂവത്തിനെ നിശ്ചയിച്ചിട്ടുണ്ട്. ആ നുബൂവത്തിന് അനന്തരമെടുക്കുന്ന സന്താനത്തെ തരണേ എന്നാണ് സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിക്കുന്നത്. അല്ലാതെ എന്നെ അനന്തരം എടുക്കാന്ന് പറഞ്ഞാൽ വാപ്പ കച്ചവടക്കാരനാണെങ്കിൽ ചിലപ്പോൾ വാപ്പാൻ്റെ പ്രാർത്ഥന കച്ചവടം എത്രങ്ങാനും ഷോപ്പുകളാണ്, ഒരാനന്തരം ഇല്ലെങ്കിൽ ഈ ഷോപ്പുകളൊക്കെ ഇപ്പോൾ ആരെയാ ഏൽപ്പിക്കുക? ഇങ്ങനെയാണ് മനുഷ്യന്മാരുടെ സാധാരണഗതി അല്ലേ? കൃഷി കുറേ ഉണ്ട്, ആൺകുട്ടിയില്ല, മക്കളില്ല എങ്കിൽ പ്രത്യേകിച്ച് വ്യാപുത പൂണ്ട്, ഇത്രയും കൃഷിയുടെ ഉണ്ട്, പഠിച്ചവനൊരു സന്താനത്തെ തരണേ. എന്തിനാ അയാൾ സന്താനത്തെ തരണേ അറിയണത്? ഈ കൃഷി പിന്നെ വാപ്പാക്കിൻ്റെ കാലശേഷം നോക്കിക്കൊണ്ടെടുക്കുന്ന മകനെ തരണേ എന്നുള്ളതാണ് അതിൻ്റെ തേട്ടം. സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാം ആശാരിയാണ്. അപ്പോൾ എന്നെ അനന്തരം എടുക്കുന്ന മകനെ തരണേ എന്ന് പറഞ്ഞാൽ ആശാരിപ്പടി കൊണ്ടെടുക്കുന്ന മകനെ തരണേ എന്നുള്ള അർത്ഥത്തിലല്ല. പിന്നെയോ എന്നെയും യാക്കൂബിൻ്റെ കുടുംബത്തെയും അനന്തരം എടുക്കുന്ന മകനെ തരണേ എന്ന് പറഞ്ഞാൽ നബിയാകുന്ന മകനെ, നുബുവത്തിൽ ഉള്ള മകനെ തരണേ എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥവും തേട്ടവും. മാത്രമല്ല സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ദുആയുടെ പ്രത്യേകത വജഅൽഹു റബ്ബി റദിയ, സന്താനത്തെ തരണേ എന്നുള്ളതല്ല, പിന്നെയോ ആ സന്താനത്തെ ലോകർക്ക് തൃപ്തിപ്പെടുന്ന സന്താനമാക്കണമേ എന്ന് ദുആ ചെയ്യാണ്. അത് മുഹിമ്മാണ്. മക്കളെ തരണേ എന്നുള്ളതല്ല. എത്ര മക്കളുണ്ട്, പക്ഷേ മക്കൾ നാട്ടിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ വാപ്പാക്ക് വീട്ടിൽ കൊണ്ട അവസ്ഥയാണ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ, നഊദു ബില്ലാഹ്. മക്കളുണ്ടാക്കുന്ന ദുഷ്പേരിന് മറുപടി പറഞ്ഞ് വാപ്പാര് തൊലയുടെ സ്ഥിതി വിശേഷം. അള്ളാഹു നമ്മളെ കാക്കട്ടെ, നഊദു ബില്ലാഹ്. പക്ഷേ വജഅൽഹു റബ്ബി റദിയ, എനിക്ക് നൽകുന്ന അനന്തരാവകാശിയാകുന്ന മകനെ നീ റദിയാക്കണമേ, എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും തൃപ്തിപ്പെടുന്ന മകനാക്കണമേ എന്ന് സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്തു എന്നാണ്. ആ ദുആയെക്കുറിച്ച് പറഞ്ഞത് എന്താ? പതിഞ്ഞ സ്വരത്തിൽ വാരിസ് എന്ന അള്ളാഹുവിൻ്റെ നാമത്തെ വസീലയാക്കിയിട്ടാണ് ആ ദുആ. അതുകൊണ്ടാണ് റബ്ബി ലാ തദർനി ഫർദ വ അൻത ഖൈറുൽ വാരിസീൻ, അള്ളാഹു നീ ഖൈറുൽ വാരിസീനാണ്, അതുകൊണ്ട് നീ എന്നെ തനിച്ച് വിട്ടേക്കരുത്, എനിക്കൊരു കുഞ്ഞിനെ തരണേ എന്ന് ദുആ ചെയ്യണത്. ആ ദുആക്ക് അതിൻ്റേതായ ബർക്കത്തുണ്ടായി, ഖബൂലും ഉണ്ടായി. ഉപരിലോകത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ദുആ സ്വീകരിച്ചില്ലേ? എന്താ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്? യാ സക്കരിയ ഇന്നാ നുബശ്ശിറുക ബിഗുലാമിൻ ഇസ്മുഹു യഹ്യ ലം നജഅൽ ലഹു മിൻ ഖബ്ലു സമീയ. അള്ളാഹു സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാമയെ വിളിച്ചിട്ട് പറയാണ്, ഇന്നാ നുബശ്ശിറുക, സക്കരിയ നിങ്ങൾക്കിതാ നാം സുവിശേഷം അറിയിക്കുന്നു, ബിഗുലാമിൻ ഇസ്മുഹു യഹ്യ, ഒരു ആൺതരി, ഒരു ആൺകുഞ്ഞ്, അതിനെക്കുറിച്ച് സന്തോഷ വാർത്ത അറിയിക്കണം. ഇസ്മുഹു യഹ്യ, ആ കുഞ്ഞിന് യഹ്യ എന്ന് പേരായിരിക്കും. അള്ളാഹു കുഞ്ഞിനെ നൽകി, പേര് നൽകി. ലം നജഅൽ ലഹു മിൻ ഖബ്ലു സമീയ, ഇതിനു മുമ്പ് അള്ളാഹു അങ്ങനെ ഒരു പ്രവാചകനും അല്ലെങ്കിൽ ഒരാൾക്കും മക്കളെ നൽകിയിട്ട് പേരിട്ട് മക്കളെ നൽകിയിട്ടില്ല. അത് സക്കരിയ യഹ്യ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മാത്രം പ്രത്യേകതയാണ്. അപ്പോൾ യഹ്യ എന്ന, യോഹന്ന എന്ന് ക്രൈസ്തവരൊക്കെ വിളിക്കുന്ന യഹ്യ എന്ന് പറയുന്ന സുന്ദര നാമത്തിനുടമയായ വിശുദ്ധനായ സയ്യിദൻ വ ഹസൂറയായ യഹ്യയെ നൽകിയിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാമയെ ആദരിച്ചത്. യഹ്യ എല്ലാവർക്കും തൃപ്തിപ്പെട്ട കഥാപാത്രമാണ്, വ്യക്തിത്വമാണ്. അദ്ദേഹം നബിയാണ്, വിശുദ്ധനാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ അള്ളാഹുവിൻ്റെ അൽ വാരിസ് എന്ന നാമത്തെ വസീലയാക്കി അള്ളാഹുവിനോട് ദുആ ചെയ്ത സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രമാണ് നമ്മളിവിടെ മനസ്സിലാക്കുന്നത്. അപ്പോൾ നമുക്കതിൽ നിന്ന് ലഭിക്കേണ്ട പാഠം എന്താ? നമ്മൾ മനസ്സിലാക്കേണ്ടതായ പാഠം, അള്ളാഹുവിൻ്റെ നാമങ്ങളെ മുൻനിർത്തി നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്താൽ അതിൻ്റേതായ ഫലമുണ്ട്. ഇവിടെ അൽ വാരിസ് എന്ന നാമത്തെ മുൻനിർത്തി അള്ളാഹുവിനോട് സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്തപ്പോൾ അതിൻ്റെ ഫലം നമ്മൾ മനസ്സിലാക്കുന്നത് പോലെ അള്ളാഹുവിനാണ് വാനങ്ങളുടെയും ഭൂമിയുടെയും മീറാസ്. അനന്തരാവകാശം അല്ലേ? എല്ലാത്തിൻ്റെയും മീറാസ് ആർക്കാ? അനന്തരാവകാശം അള്ളാഹ്ക്കാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, വാനവും ഭൂമിയൊക്കെ അള്ളാഹിൻ്റെ അനന്തര സ്വത്ത്, അള്ളാഹിൻ്റെ അനന്തരാവകാശമാണ്. അതിൽ നമ്മൾ താൽക്കാലികമായിട്ട് അള്ളാഹു ഏൽപ്പിച്ച ചിലതൊക്കെ ഉണ്ടല്ലോ, അതിൽ നിന്ന് നമ്മൾ ചിലവഴിക്കണമെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞു, വലാ യഹ്സബന്നല്ലദീന യബ്ഖലൂന ബിമാ ആതാഹുമുല്ലാഹു മിൻ ഫദ്ലിഹി ഹുവ ഖൈറുൽ ലഹും
ഹുവ ഖൈറൻ ലഹും ബൽ ഹുവ ശർറുൻ ലഹും. അള്ളാഹു അവൻ്റെ ഔദാര്യത്തിൽ നിന്ന് നൽകിയത് പിശുക്കുന്നവർ, ആ പിശുക്കുന്നത് അവർക്ക് നന്മയാണ് എന്ന് അവർ വിചാരിക്കരുത്. ബൽ ഹുവ ശർറുൻ ലഹും, അത് അവർക്ക് തിന്മയാണ്. പിശുക്കി വെക്കുന്നത് തിന്മയാണ്. സയുതവ്വഖൂന മാ ബഖിലൂ ബിഹി, തങ്ങൾ പിശുക്കിയത് കൊണ്ട് അവർക്ക് ഖണ്ഡാഭരണം ചാർത്തപ്പെടും യൗമൽ ഖിയാമ, അന്ത്യനാളിൽ. എന്നിട്ട് അള്ളാഹു പറയുന്നത് വലില്ലാഹി മീറാസുസ് സമാവാതി വൽ അർദ്, വലില്ല അള്ളാഹുവിൻ്റെ മാത്രമാകുന്നു മീറാസുസ് സമാവാതി വൽ അർദ്, വാനങ്ങളുടെയും ഭൂമിയുടെയും മീറാസ്, അനന്തരാവകാശം. അപ്പം എല്ലാത്തിൻ്റെയും അനന്തരാവകാശം അതെന്താ? അത് അള്ളാഹുവിനാണ്. അപ്പം നമ്മളൊക്കെ കയ്യിലുള്ളതൊക്കെ അത് നമ്മൾ തൽക്കാലമായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിച്ചതാണ്. അതുകൊണ്ട് പിശുക്കണ്ട, ചെലവഴിക്കണം എന്നുള്ള ആഹ്വാനമാണ് അതിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത്. പിശുക്കുന്നത് ഒരിക്കലും ഗുണമല്ല, അത് വിപത്താണ്. സയുതവ്വഖൂന മാ ബഖിലൂ ബിഹി യൗമൽ ഖിയാമ എന്നാണ്. അന്ത്യനാളിൽ പിശുക്കിയത് കൊണ്ട് ഖണ്ഡാഭരണം ചാർത്തും എന്നതിന് സഹീഹുകളിൽ കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരണം നൽകി. മനുഷ്യർ പിശുക്കി വെച്ച സ്വത്തുണ്ടല്ലോ, അതിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു സർപ്പമാക്കി, പാമ്പാക്കിയിട്ട് അന്ത്യനാളിൽ കൊണ്ടുവരുന്നതാണ്. എന്നിട്ട് ഈ പിശുക്കിയവൻ്റെ കഴുത്തിൽ അതിനെ ചാർത്തും. മനസ്സിലായില്ലേ? വിഷത്തിൻ്റെ ആധിക്യം കാരണത്താൽ തോല് പൊളിഞ്ഞ രീതിയിലായിരിക്കും ആ സർപ്പം. തൻ്റെ കഴുത്തിൽ ചുറ്റിയ ഈ സർപ്പത്തെ കണ്ട് ഭീതിയിലാണ്ട് പോകുന്ന മനുഷ്യനോട് ആ സർപ്പം പറയുമെന്നാണ്, അന മാലുക് അന ഖൻസുക്, നീ എന്തിനാ പേടിക്കണത്, ഞാൻ നിൻ്റെ സ്വത്താണ്, നിൻ്റെ സൂക്ഷിപ്പ് സ്വത്താണ് എന്നായിരിക്കും അത് മനുഷ്യനോട് പറയാം. അതാണ് സയുതവ്വഖൂന മാ ബഖിലൂ ബിഹി യൗമൽ ഖിയാമ. അന്ത്യനാളിൽ മനുഷ്യർ പിശുക്കി വെച്ചത് കൊണ്ട് അവർക്ക് ഖണ്ഡാഭരണം ചേർത്തപ്പെടും, അവരുടെ കഴുത്തിൽ അത് അണിയിക്കപ്പെടും എന്ന് പറഞ്ഞത്. അപ്പം അള്ളാഹുവിനാകുന്നു വാനങ്ങളുടെയും ഭൂമിയുടെയും മീറാസ്, അതുകൊണ്ട് നമ്മളോട് ചെലവഴിക്കാൻ പറഞ്ഞു. നമ്മളെ തൽക്കാലം ഏൽപ്പിച്ചതാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യഖൂലു ബിനു ആദം മാലി മാലി, മനുഷ്യൻ പറയും എൻ്റെ സ്വത്ത് എൻ്റെ സ്വത്ത് എന്ന്. വഹല്ലക മിൻ മാലിക ഇല്ലാ മാ തസദ്ദഖ്ത ഫഅംദൈത, നിന്റെ സ്വത്തിൽ നിന്ന് നിനക്കുള്ളത് നീ ദാനധർമ്മം നിർവഹിച്ചത് മാത്രമാണ്. ഔ അകൽത ഫഅഫ്നൈത്, അല്ലെങ്കിൽ നീ തിന്നു തീർത്തതാണ്. ഔ ലബിസ്ത ഫഅബ്ലൈത്, അല്ലെങ്കിൽ നീ ധരിച്ച് ജീർണിപ്പിച്ചത് മാത്രമാണ്. നീ ധരിച്ചത് എന്തുണ്ടോ അത് നിനക്കുണ്ട്, നീ തിന്നത് എന്തുണ്ടോ അത് നിനക്കുണ്ട്, നീ ദാനധർമ്മമായി നിർവഹിച്ചത് എന്തുണ്ടോ അത് നിനക്കുണ്ട്. അതിനപ്പുറം മാലി മാലി പറഞ്ഞാൽ ഒന്നുമില്ല, അതൊക്കെ നിനക്കുള്ളതല്ല, നിന്റെ ശേഷക്കാർക്കും മറ്റുള്ളതാണ്. പിന്നെയോ ബാക്കി അള്ളാഹു സുബ്ഹാനഹു വ തആലാൻ്റെ മീറാസാണ്. അതിനൊക്കെ അനന്തരാവകാശം അള്ളാഹുവിനാകുന്നു. അതുകൊണ്ട് തന്നെ അള്ളാഹു നമ്മളോട് ചോദിച്ചു, വമാലക്കും അല്ലാ തുൻഫിഖൂ ഫീ സബീലില്ലാഹ് വലില്ലാഹി മീറാസുസ് സമാവാതി വൽ അർദ്, വാനങ്ങളുടെയും ഭൂമിയുടെയും അനന്തരാവകാശം അള്ളാഹുവിനാണെന്നിരിക്കെ എന്തുകൊണ്ട് വമാലക്കും അല്ലാ തുൻഫിഖൂ ഫീ സബീലില്ലാഹ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിങ്ങൾക്ക് ചെലവഴിച്ചുകൂടാ, അള്ളാഹിൻ്റെ മാർഗത്തിൽ നിങ്ങൾക്ക് ചെലവഴിച്ചുകൂടാ. അള്ളാഹുവിൻ്റെ മീറാസാണ്, അത് അവന് ഇഷ്ടമുള്ളവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അരുളും നൽകും. നമുക്ക് നൽകിയിട്ടുണ്ട് എങ്കിൽ അതിൽ നിന്ന് നിങ്ങൾക്ക് എന്തുകൊണ്ട് ചെലവഴിച്ചുകൂടാ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ നമ്മളോട് ചോദിക്കുന്നത് കാണുവാൻ സാധിക്കും. ഇതേപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല അനന്തരമെടുക്കുന്നവനാണ്, അവൻ അനന്തരത്വം നൽകുന്നവനാണ്. അള്ളാഹു അനന്തരം എടുക്കുന്നവനാണ്, എല്ലാവരും അള്ളാഹു അനന്തരം എടുക്കും. ഇതേപോലെ അള്ളാഹു അനന്തരം നൽകുകയും അവകാശിയാക്കുകയും ചെയ്യും അള്ളാഹു ഉദ്ദേശിക്കുന്നവരെ. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഇസ്രായേലരോട് പറഞ്ഞില്ലേ, ഖാല മൂസ ലി ഖൗമിഹി, മൂസ തൻ്റെ ജനതയോട് പറഞ്ഞു, ഇസ്തഈനു ബില്ലാഹ്, നിങ്ങൾ അള്ളാഹുവോട് സഹായത്തേട്ടം നടത്തുക, വസ്ബിറു, നിങ്ങൾ ക്ഷമിക്കുകയും ചെയ്യുക, ഇന്നൽ അർള ലില്ലാഹ്, ഭൂമി അത് അള്ളാഹുവിന് മാത്രമാകുന്നു, യൂരിസുഹാ മൻ യശാഉ മിൻ ഇബാദിഹി, അള്ളാഹുവിൻ്റെ ദാസന്മാരിൽ നിന്ന് താൻ ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹു ഭൂമിയിൽ അനന്തരത്വം നൽകും, അവരെ അള്ളാഹു അവകാശിയാക്കി മാറ്റും എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അപ്പോൾ അള്ളാഹു അവന് ഉദ്ദേശിക്കുന്നവരെ അവകാശിയാക്കും, അവർക്ക് അള്ളാഹു അനന്തരാവകാശം നൽകും. പക്ഷെ എന്ത് വേണം? ഇസ്തഈനു ബില്ലാഹ്, അള്ളാഹുവിനോട് സഹായം തേടണം, വസ്ബിറു, നിങ്ങൾ ക്ഷമിക്കുകയും ചെയ്യണം എന്ന് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പറയണ്ടായി. ഇതേപോലെ അഹ്സാബ് യുദ്ധത്തിൽ ആ പശ്ചാത്തലത്തിൽ ഇറങ്ങിയ ആയത്തുകളിൽ കാണാൻ സാധിക്കും, അള്ളാഹു മദീനയിൽ വെച്ച്
സഖ്യസേനയെ മടക്കി അയച്ച് അവരെ സപ്പോർട്ട് ചെയ്ത വേദക്കാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഹൃദയങ്ങളിൽ ഭീതി ഇട്ടുകൊടുത്ത് അവരിൽ പലരെയും ബന്ദികളായി പിടിച്ച് പലരെയും വധിക്കപ്പെടുകയുണ്ടായി. എന്നിട്ട് അള്ളാഹു പറയണം, വഅൗറസകും അർളഹും വദിയാറഹും വഅംവാലഹും വഅർളൻ ലം തതഊഹ വഅൗറസകും അർളഹും. സഖ്യസേനക്ക് മദീനയിൽ പരാജയം ഉണ്ടായത്. പക്ഷേ ആ സഖ്യസേനക്ക് വേണ്ടി മുസ്ലിമീങ്ങളോടുള്ള കരാർ ലംഘിച്ചു ബനൂ ഖുറൈള എന്ന് പറയുന്ന ജൂതഗോത്രം. ബനൂ ഖുറൈള എന്ന് പറയുന്ന ജൂതഗോത്രം. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വഅൗറസകും, മുസ്ലിമീങ്ങളെ അള്ളാഹു നിങ്ങൾക്ക് അവകാശം നൽകി, നിങ്ങളെ അനന്തരാവകാശികളാക്കി. അർളഹും, ആ ജൂതന്മാരുടെ ഭൂമിയിൽ, വദിയാറഹും, അവരുടെ വീടുകളിൽ, വഅംവാലഹും, അവരുടെ സ്വത്തുക്കളിൽ, വഅർളൻ ലം തതഊഹ, നിങ്ങളുടെ കാല് കുത്താത്ത കുറേ നാടുകളെയും അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് വഅൗറസകും, അനന്തര സ്വത്തായിട്ട് നൽകി. അതിൽ നിങ്ങളെ അള്ളാഹു അവകാശികളാക്കി മാറ്റി. വകാന അല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീറ, അള്ളാഹു എല്ലാ കാര്യങ്ങൾക്കും കഴിവുറ്റവനാകുന്നു. ബനൂ ഖുറൈള ജൂതഗോത്രം മദീനയിലായിരുന്നു. അവരെന്ത് ചെയ്ത്, ഈ സഖ്യസേനയോടുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ യുദ്ധവേളയിൽ മുസ്ലിമീങ്ങളോട് യുദ്ധമില്ലാ കരാറിൽ കഴിയുന്ന ബനൂ ഖുറൈള കാല് വാരി അവർ കരാർ ലംഘിച്ച് ചതി നടത്തി. അതുകൊണ്ടാണ് പിന്നീട് ബനൂ ഖുറൈദക്കാരോട് യുദ്ധം ചെയ്യേണ്ടി വന്നത്. ബനൂ ഖുറൈദയിൽ പലരെയും ബന്ദികളായി പിടിച്ചു, പലരെയും വധിച്ചു. ബനൂ ഖുറൈദക്കാരുടെ നാടും അവരുടെ വീടും അവരുടെ സ്വത്തും അത് മുസ്ലിമീങ്ങൾക്കായി. അത് അല്ലാഹു അവർക്ക് വഅൗറസകും എന്നാണ് പറഞ്ഞത്, മീറാസായി നൽകി, അനന്തര സ്വത്തായിട്ട് നൽകി. മാത്രമല്ല വഅർളൻ ലം തതഊഹ, മുസ്ലിമീങ്ങൾ കാലുകുത്താത്ത നാടും അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിമീങ്ങൾക്ക് അതിനെ തുടർന്ന് അതിൽ അനന്തര സത്തായിട്ട് നൽകി, അവകാശിയാക്കി മാറ്റി മുസ്ലിമീങ്ങളെ. ആ നാട് ഏതാണ്? ചിലർ പറഞ്ഞു ഖൈബറാണ്, ചിലർ പറഞ്ഞു പിൽക്കാലത്ത് വിജയിച്ചടക്കിയ റോമ സാമ്രാജ്യത്തിലെ സാമ്രാജ്യമാണ്. മനസ്സിലല്ലേ? ഖൈബറായാലും പിൽക്കാലത്ത് വിജയിച്ച മുസ്ലിം നാടുകളായാലും അള്ളാഹു അതൊക്കെ മുസ്ലിമീങ്ങൾക്ക് മീറാസാക്കി നൽകി എന്നാണ്, അവിടങ്ങളിൽ മുസ്ലിമീങ്ങളെ അവകാശിയാക്കി നൽകി എന്നാണ് പറഞ്ഞത്. അപ്പോൾ അൽ വാരിസായ അള്ളാഹു മീറാസ് നൽകുന്നവനാണ്. അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അതിൻ്റെ ഒരു ചരിത്ര സാക്ഷിയാണ് നമ്മളിവിടെ മനസ്സിലാക്കിയത്. ഇതേപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞില്ലേ, തിൽക്കൽ ജന്നത്തുല്ലതി നൂരിസു മിൻ ഇബാദിനാ മൻ കാന തഖിയ്യ. എന്താ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഇല്ലാ മൻ താബ വ ആമന വ അമില സ്വാലിഹൻ ഫഉലൈക യദ്ഖുലൂനൽ ജന്ന വലാ യുദ്ലമൂന ശൈഅ. വിശ്വസിച്ചവർ, സൽപ്രവൃത്തികൾ അനുഷ്ഠിച്ചവർ, അവർ സ്വർഗത്തിൽ പ്രവേശിക്കും, അവർ ഒരു തരിമ്പും അക്രമത്തിന് വിധേയമാക്കപ്പെടുകയില്ല എന്ന് പറഞ്ഞ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികൾക്ക്, സുകൃതം പ്രവർത്തിച്ചവർക്ക് സ്വർഗം നൽകി. ജന്നാത്തി ആദിനിൻ ലതി വഅദ റഹ്മാനു ഇബാദഹു ബിൽ ഗൈബ് ഇന്നഹു കാന വഅദുഹു മഅതിയ ലാ യസ്മഊന ഫീഹാ ലഗ്വൻ ഇല്ലാ സലാമ വലഹും റിസ്ഖുഹും ഫീഹാ ബുക്റതൻ വഅശിയ. സ്വർഗത്തിലെ അനുഗ്രഹങ്ങളെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ജന്നാത്തു ആദിനിൻ ലതി വഅദ റഹ്മാനു ഇബാദഹു ബിൽ ഗൈബ്. വിശ്വസിക്കുകയും സൽപ്രവർത്തികൾ അനുഷ്ഠിക്കുകയും ചെയ്തവർ, അവർക്ക് സ്വർഗമുണ്ട് എന്ന് പറഞ്ഞതിന് ശേഷം പരമകാരുണികൻ തൻ്റെ ദാസന്മാർക്ക് അദൃശ്യമായ നിലയിൽ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്വർഗത്തോപ്പുകൾ, സ്ഥിരവാസത്തിൻ്റെ സ്വർഗത്തോപ്പുകൾ, അതിലാണ് വിശ്വസിച്ചവർ, സുകൃതം ചെയ്തവർ പ്രവേശിക്കുക. ലാ യസ്മഊന ഫീഹാ ലഗ്വൻ ഇല്ലാ സലാമ. അവിടെ സമാധാനം, സലാം എന്നുള്ള വാക്കല്ലാതെ ഒരു വേണ്ടാവർത്തമാനവും കേൾക്കുകയില്ല. വലഹും റിസ്ഖുഹും ഫീഹാ ബുക്റതൻ വഅശിയ. എല്ലാ പ്രഭാത പ്രദോഷങ്ങളിലും അവർക്ക് സ്വർഗത്തിൽ അവരുടെ ഉപജീവനമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ആ സ്വർഗത്തിൻ്റെ അഹ്ലുകാരായിട്ട് ഉൾപ്പെടുത്തുമാറാവട്ടെ. എന്നിട്ട് അള്ളാഹു പറയുകയാണ്, തിൽക്കൽ ജന്ന അല്ലതി നൂരിസു മിൻ ഇബാദിനാ മൻ കാന തഖിയ. നമ്മുടെ ദാസന്മാരിൽ നിന്ന് ആരാണോ ധർമ്മനിഷ്ഠ പുലർത്തുന്നത് അവർക്ക് നാം അവകാശപ്പെടുത്തി കൊടുത്തിട്ടുള്ള സ്വർഗമാകുന്നു അത് എന്നാണ് പറഞ്ഞത്. തിൽക്കൽ ജന്ന അല്ലതി നൂരിസു മിൻ ഇബാദിന. അതാണ് വാരിസായ അല്ലാഹു സുബ്ഹാനഹു വ തആല അനന്തരാവകാശമാക്കിയിട്ട് കൊടുക്കും എന്നാണ്. എന്ത്? സ്വർഗം. ആർക്ക്?
മൻഖാന മിൻ ഇബാദിന മൻഖാന തഖിയ, നമ്മുടെ ദാസന്മാരിൽ നിന്ന് ആരാണോ തഖ്വയുള്ളവർ അവർക്ക്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൂരിസു, നാം അവകാശമാക്കി കൊടുക്കും എന്ന് പറഞ്ഞ്. എന്തിനെ? സ്വർഗത്തെ. ആർക്ക്? ഭക്തന്മാർക്ക്. ഇല്ലാ മൻ താബ വ ആമന വ അമില സ്വാലിഹ, വിശ്വസിക്കുകയും സുഹൃതം പ്രവർത്തിക്കുകയും ചെയ്തവർക്ക്. ഇതേപോലെ സൂറത്ത് ആറാഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വല്ലദീന ആമനു വ അമിലു സ്വാലിഹാത്ത്, വിശ്വസിക്കുകയും സൽപ്രവർത്തികൾ അനുഷ്ഠിക്കുകയും ചെയ്തവർ. ലാ നുകല്ലിഫു നഫ്സൻ ഇല്ലാ വുസ്അഹ, ഒരു മനുഷ്യനോടും അതിന് കഴിയാത്തത് നാം അവരോട് കൽപ്പിക്കൂല. ഉലായിക് അസ്ഹാബുൽ ജന്ന, വിശ്വസിച്ച് സുഹൃതം പ്രവർത്തിക്കുന്നവർ അവരാകുന്നു സ്വർഗത്തിൻ്റെ അഹ്ലുകാർ. ഹും ഫിഹാ ഖാലിദൂൻ, അവർ സ്വർഗത്തിൽ നിത്യവാസികളാകുന്നു. എന്നിട്ട് അള്ളാഹു പറയാണ്, വനസഅനാ മാ ഫീ സുദൂരിഹിം മിൻ ഗില്ലിൻ, അവർ സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോണ്ടല്ലോ അവരുടെ മനസ്സിലെ പകയൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല പോക്കും. തജ്രി മിൻ തഹ്തിഹിമുൽ അൻഹാർ, സ്വർഗത്തോപ്പുകളിൽ താഴ്ഭാഗത്തു കൂടി നദികൾ ഒഴുകുന്ന സ്വർഗത്തോപ്പാണ്. വഖാലു, സ്വർഗത്തിൽ പ്രവേശിച്ച സ്വർഗവാസികൾ പറയും, അൽഹംദുലില്ലാഹില്ലദീ ഹദാന ലിഹാദാ, ഈ സ്വർഗത്തിലേക്ക് നമുക്ക് വഴി കാണിച്ച അള്ളാഹുവിനാകുന്നു സർവസ്തുതികളും. വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്, അള്ളാഹു വഴി കാണിച്ചില്ലായിരുന്നുവെങ്കിൽ നമ്മൾ മാർഗം പ്രാപിച്ചവർ ആകുമായിരുന്നില്ല. എന്നിട്ട് ലഖദ് ജാഅത് റസുലു റബ്ബിനാ ബിൽ ഹഖ്, സത്യവുമായിട്ട് ഞങ്ങളുടെ റബ്ബിൻ്റെ ദൂതന്മാർ ഞങ്ങൾക്ക് വന്നെത്തി. വനൂദു അൻ തിൽകുമുൽ ജന്ന ഊരിസ്തുമൂഹാ ബിമാ കുൻതും തഅമലൂൻ. അതാണ് വനൂദു, ഈ സ്വർഗവാസികളോട് വിളിച്ചു പറയപ്പെടും. എന്ത്? തിൽക്കൽ ജന്ന, അൻ തിൽകുമുൽ ജന്ന, അതാ സ്വർഗം. ഊരിസ്തുമൂഹാ ബിമാ കുൻതും തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിച്ചിരുന്നതിൻ്റെ ഫലമായി നിങ്ങൾ അതിൻ്റെ അവകാശികളാക്കപ്പെട്ടിരിക്കുന്നു. തിൽക്കൽ ജന്ന, തിൽകുമുൽ ജന്ന, അതാ സ്വർഗം. സ്വർഗത്തിൽ പ്രവേശിച്ചവരോട് പറയാണ്, ഊരിസ്തുമൂഹ, ആ സ്വർഗത്തെ നിങ്ങൾക്ക് ആ സ്വർഗത്തിൽ നിങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവകാശികളാക്കിയിരിക്കുന്നു, അല്ലെങ്കിൽ അവർ അതിൽ അവകാശികളാക്കപ്പെട്ടിരിക്കുന്നു. ബിമാ കുൻതും തഅമലൂൻ, അവർ പ്രവർത്തിച്ചിരുന്നത് കാരണത്താൽ. അപ്പം അള്ളാഹുവിൻ്റെ സ്വർഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവകാശികളാക്കും. ആരെ അവകാശികളാക്കും? വിശ്വസിച്ചവരെ, സൽപ്രവർത്തികൾ അനുഷ്ഠിച്ചവരെ എന്നാണ് ഇവിടെ ഈ ആയത്തുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ അള്ളാഹു ആകുന്നു വാരിസ്, അവകാശി, അനന്തരാവകാശി. എല്ലാവരും മരിച്ചാലും നശിച്ചാലും മരിക്കാതെ നശിക്കാതെ ഇവിടെ നിത്യമായി നിലനിൽക്കുന്നവനാകുന്നു അൽ വാരിസായ അല്ലാഹു സുബ്ഹാനഹു വ തആല. അങ്ങനെയുള്ള അള്ളാഹു അവകാശം നൽകും സ്വർഗത്തിൽ. അതേപോലെ തന്നെ ഭൂമിയിൽ ആർക്ക്? അവൻ ഉദ്ദേശിക്കുന്ന അവൻ്റെ ഇഷ്ടദാസന്മാർക്ക്. സൽപ്രവൃത്തികൾ അനുഷ്ഠിക്കുക, വിശ്വാസം ഉൾക്കൊണ്ടതിന് ശേഷം, അതാണ് കരണീയമായിട്ടുള്ളത്. ഇവിടെ വിശ്വസിച്ച് സൽപ്രവൃത്തികൾ അനുഷ്ഠിക്കുന്നവർ, അവർക്ക് അല്ലാഹു സ്വർഗത്തിൽ നൽകുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. വിശ്വസിച്ച് സുഹൃതം പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം, സ്വാലിഹായി ജീവിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഇഹത്തിലും പരത്തിലും അവർക്ക് അനുഗ്രഹം. ഞാനൊരു ചരിത്രം വായിച്ചത് ഇവിടെ ഞാൻ അനുസ്മരിക്കാം. നിങ്ങൾക്കറിയാം, ഫൈറൂസ് അദ്ദൈലമി എന്ന് പറഞ്ഞാൽ അദ്ദേഹം പേർഷ്യയുമായി അദ്ദേഹത്തിന് ബന്ധമുണ്ട്, യമനുമായിട്ടും അദ്ദേഹത്തിന് ബന്ധമുണ്ട്. അദ്ദേഹം പിൽക്കാലത്ത് ജീവിച്ചത് യമനിലാണ്. നജ്ജാഷി രാജാവിൻ്റെ പെങ്ങളുടെ മകനാണ് ഫൈറൂസ് അദ്ദൈലമി എന്ന് പറയപ്പെട്ടിട്ടുണ്ട്. ചരിത്രത്തിൽ കാണാം. നജ്ജാഷി അറിയാം. നജ്ജാഷി ആരാ? മുസ്ലിമീങ്ങൾ ഹബ്ശീനിയയിലേക്ക് ഹിജ്റ മുസ്ലിമീങ്ങളെ സഹായിച്ച രാജാവാണ് അസ്ഹമ എന്ന നജ്ജാഷി. ഈ നജ്ജാഷി രാജാവിൻ്റെ പെങ്ങളുടെ മകനാണ് ഫൈറൂസ് അദ്ദൈലമി. ഈ ഫൈറൂസ് അദ്ദൈലമിയുടെ ചരിത്രത്തിൽ കാണാം, അസ്വദുൽ അനസി നുബുവത്ത് വാദിച്ച്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ച നാളിൽ തന്നെ അയാൾ നുബുവത്ത് വാദിച്ച്. യമാമയിൽ മുസൈലിമത്തുൽ കദ്ദാബ് നുബുവത്ത് വാദിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരണപ്പെടുന്നതിൻ്റെ നാളുകൾക്ക് മുമ്പ് ഫൈറൂസ് അദ്ദൈലമി അസ്വദുൽ അനസിയെ ചെന്നിട്ട് കൊന്ന്, അസ്വദുൽ അനസിയെ വധിച്ച്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുന്നതിൻ്റെ തലേന്ന് എന്ന് പറയപ്പെടുന്നു, അല്ലെങ്കിൽ നാളുകൾക്ക് മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അസ്വദുൽ അനസി വധിക്കപ്പെട്ടിരിക്കുന്നു. അദ്ദേഹത്തെ വധിച്ചത് റജുലുൻ സ്വാലിഹുൻ, സ്വാലിഹായ ഒരു മനുഷ്യനാകുന്നു.
എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. റജുലുൻ സാലിഹുൻ, ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ഫൈറൂസ് ദൈലമി എന്ന് പറഞ്ഞില്ല. പിന്നീട് അന്വേഷിച്ച് ആരാണ് അസ്വദുൽ അനസിയെ കൊന്ന ആ റജുലുൻ സാലിഹ്, ആരെക്കുറിച്ചാണ് റസൂലുള്ളാഹി റജുലുൻ സാലിഹ്, സാലിഹായ മനുഷ്യൻ എന്ന് പറഞ്ഞത്? അപ്പോൾ അറിവ് കിട്ടിയത് ആരാ? അതാണ് ഫൈറൂസ് അദ്ദൈലമിയാണ് എന്നുള്ളത്. ചരിത്രം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി ചരിത്രം തുടർന്നു പോകാൻ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ ഖിലാഫത്ത് കഴിഞ്ഞു. ഉമർ റളിയല്ലാഹു തആലാൻ്റെ ഖിലാഫത്തിൽ ഫൈറൂസ് അദ്ദൈലമി മദീനയിൽ വന്നപ്പോൾ ഉമർ റളിയല്ലാഹു തആല തൻ്റെ സദസ്സിലേക്ക് ഫൈറൂസിനെ ക്ഷണിച്ച് വരാൻ പറഞ്ഞു, ഫൈറൂസിനോട് വരാൻ പറഞ്ഞു. അങ്ങനെ ഉമർ റളിയല്ലാഹുവിൻ്റെ അടുക്കലേക്ക് വരാൻ വേണ്ടിയിട്ട് പലരും കാത്തു നിൽക്കുക പുറത്ത്. അപ്പോൾ ഫൈറൂസിനോട് വരാൻ പറഞ്ഞു. ഫൈറൂസ് കയറാണ്. അപ്പോൾ ഒരു ഖുറൈശി യുവാവ് ഫൈറൂസിനെ തിരക്കി ഉമറിൻ്റെ അടുക്കലേക്ക് വേഗം കയറുകയാണ്. അത് ഫൈറൂസിന് അത്ര ഇഷ്ടമായില്ല. ഫൈറൂസ് എന്ത് ചെയ്ത് അദ്ദേഹത്തിന് ഒരു ഇടി ഇടിച്ച്. കാരണം അദ്ദേഹം കയറുമ്പോൾ തിരക്കിയിട്ടാണ് ഇദ്ദേഹം കയറുന്നത്. അപ്പോൾ ഫൈറൂസ് ദൈലമി ഇദ്ദേഹത്തിൻ്റെ മുഖത്തിന് ഒരു ഇടി ഇടിച്ച്. അപ്പോൾ ഈ ഖുറൈശി യുവാവ് വെളുത്ത ഒരു സുമുഖനാണ്. ആ ഇടി അദ്ദേഹത്തിൻ്റെ മുഖത്ത് അടയാളുണ്ടാക്കി. മുഖം തുടുത്തു, മൂക്ക് ചുവന്നു, അടി കിട്ടിയ പാട് ശരിക്കും മുഖത്തുണ്ടായി. ഈ ഖുറൈശി യുവാവ് എന്ത് ചെയ്ത് കടന്നു വന്നു. ഫൈറൂസ് ദൈലമിയും കടന്നു വന്നു ഉമറിൻ്റെ അടുക്കൽ. അപ്പോൾ ഖുറൈശി യുവാവിനോട് ഉമർ ചോദിച്ചു, എന്താ നിങ്ങളെ മുഖത്തൊരു അടയാളം? അപ്പോൾ യുവാവ് പറഞ്ഞ് ഫൈറൂസ് ദൈലമി എന്നെ ഇടിച്ചതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഫൈറൂസിനോട് ചോദിച്ചു, നിങ്ങൾ അദ്ദേഹത്തെ ഇടിച്ചോ എന്ന് വെച്ചു. ഫൈറൂസ് പറഞ്ഞു, അതെ, ഞാൻ നിങ്ങളടുത്ത് കയറി വരുമ്പോൾ ഇയാൾ എന്നെ തിരക്കി കയറാൻ ശ്രമിച്ചപ്പോൾ പെട്ടെന്ന് വികാരത്താൽ എടുത്ത് സംഭവിച്ചതാണെന്ന് പറഞ്ഞു. ഫൈറൂസ് അത് സമ്മതിച്ചു. അപ്പോൾ ഉമർ പറഞ്ഞ്, നിങ്ങളിത് സമ്മതിച്ച സ്ഥിതിക്ക് പ്രതിക്രിയ ചെയ്യണം. പ്രതിക്രിയക്ക് അവകാശമുണ്ട്. എന്താ പ്രതിക്രിയ? നിങ്ങൾ ഇടിച്ചതുപോലെ അയാൾ നിങ്ങളെ ഇടിക്കണം, മുഖത്തിടിക്കണം എന്ന് പറഞ്ഞു. ഉമറിൻ്റെ സദസ്സ. ഫൈറൂസിനത് സമ്മതിക്കല്ല, നിർവാഹമല്ല. ഫൈറൂസ് പറഞ്ഞ്, ശരി, ഞാൻ അദ്ദേഹത്തെ ഇടിച്ചു, അദ്ദേഹത്തിന് എന്നെ തിരിച്ചിടിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഖുറൈശി യുവാവ് വളരെ ദേഷ്യത്തിൽ നിൽക്കുകയാണ്. ആരോട്? ഫൈറൂസിനോട് ഇടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. പ്രതിക്രിയക്ക് ഉമർ കൽപ്പിച്ചാൽ ഇടിക്കാൻ നിൽക്കുകയാണ്. അങ്ങനെ ഫൈറൂസ് സമ്മതിച്ച് ഇടിക്കാൻ. അങ്ങനെ ഈ യുവാവ് ഇടിക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുമ്പോൾ ഉമർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുന്നതിന് മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അസ്വദുൽ അനസി കൊല്ലപ്പെട്ടിരിക്കുന്നു. ഒരു സാലിഹായ മനുഷ്യനാണ് അസ്വദുൽ അനസിയെ കൊന്നത്. ആ സാലിഹായ മനുഷ്യനാണ് ഈ ഫൈറൂസ് അദ്ദൈലമി എന്ന് ഉമർ പറഞ്ഞു. ഇതേ ഉമർ പറഞ്ഞിട്ടുള്ളൂ. അവിടെ ആ സദസ്സിൽ വെച്ചിട്ട് ഉമർ പറഞ്ഞു, അസ്വദുൽ അനസിയെ കൊന്ന സാലിഹായ മനുഷ്യൻ അത് ഈ ഫൈറൂസ് ദൈലമിയാണ്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ന് ഉമർ പറഞ്ഞു. അതോടുകൂടിയിട്ട് ഈ യുവാവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാലിഹായ മനുഷ്യൻ എന്ന് പറഞ്ഞ ഈ വ്യക്തിയെ ഞാൻ ഇനി ഇടിക്കുക, പ്രതിക്രിയയാണെങ്കിലും ഇടിക്കുക, അതേ മാപ്പ് കൊടുത്ത്. റസൂലുള്ളാഹി സാലിഹ് എന്ന് പറഞ്ഞ ഈ മനുഷ്യനെ ഞാൻ ഒരിക്കലും ഇടിക്കൂല, പ്രതിക്രിയയായിട്ട് തിരിച്ചു തല്ലൂല എന്ന് പറഞ്ഞ് ആ യുവാവ് മാപ്പ് അവിടെ വെച്ച് മാപ്പ് കൊടുത്തു. മനസ്സിലായില്ലേ? അതോടുകൂടി ഈ രംഗം മറ്റൊരു വികാരവേദിയായിട്ട് മാറി. ആ മാപ്പോടുകൂടി ഫൈറൂസ് ദൈലമി അദ്ദേഹം ധരിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ വിലപിടിപ്പുള്ള വാളും അദ്ദേഹത്തിൻ്റെ വാഹനവും അതേപോലെ തന്നെ ഒന്നുകിൽ 3000 ദീനാർ അല്ലെങ്കിൽ 3000 ദിർഹം സംഖ്യയും അദ്ദേഹത്തിൻ്റെ വകയായിട്ട് സമ്മാനമായിട്ട് ഈ യുവാവിന്, ഖുറൈശി യുവാവിന് അവിടെ വെച്ച് സമ്മാനിച്ചു എന്നാണ്. ആ മാപ്പ് കേട്ട് മാത്രമല്ല ഉമർ റസൂലുള്ളാഹി പറഞ്ഞത് ഉമർ അവിടെ വെച്ച് അനുസ്മരിക്കുകയാണല്ലോ. അത് കേട്ടതിൽ പിന്നെ ഫൈറൂസ് ദൈലമി തൻ്റെ വാഹനം അതേപോലെ വിലപിടിപ്പുള്ള തൻ്റെ വാള് 3000 ദിർഹം ഈ ഖുറൈശി യുവാവിന് സമ്മാനിക്കുകയുണ്ടായി അവിടെ വെച്ച് എന്നാണ്. ഇവിടെ ഞാൻ പറഞ്ഞത്, ഈ സംഭവം ഞാൻ കൊണ്ടുവന്നത് എന്താ വെച്ചാൽ, സാലിഹായ ഒരു മനുഷ്യനാണ് എങ്കിൽ, വിശ്വാസിയായ സാലിഹായ ഒരു മനുഷ്യൻ, ആ സലാഹിയത്തിൻ്റെ ആ നന്മയുടെ സ്വാധീനമാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിലൂടെ അരുളുന്നതായ അനുഗ്രഹമാണ്. അത് ഇഹത്തിലുണ്ട്, പരത്തിലുണ്ട്, ആഖിറത്തിൽ സ്വർഗം അല്ലാഹു സുബ്ഹാനഹു വ തആല അനന്തര സ്വത്തായിട്ട് നൽകും. സ്വർഗത്തിൽ അത്തരം ആളുകളെ അള്ളാഹു അനന്തരാവകാശികളാക്കും. തിൽക്കൽ ജന്നത്തുല്ലത്തി നൂരിസു മിൻ ഇബാദിന മൻ കാന തഖിയ്യ. അള്ളാഹു പറയാം, നൂരിസു മിൻ ഇബാദിന, നമ്മുടെ ദാസന്മാരിൽപ്പെട്ടവരെ നാം നൂരിസു അനന്തരാവകാശികളാക്കും. അങ്ങനെയുള്ള വാരിസാണ് മേലായ റബ്ബ് സുബ്ഹാനഹു വ തആല.
അള്ളാഹു ആഖിറത്തിൽ മാത്രമല്ല നന്മ നൽകുക, സ്വാലിഹാണി എങ്കിൽ ഇഹത്തിലും അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകും എന്നതിൻ്റെ ചരിത്ര സാക്ഷ്യമാണ് ഫൈറൂസ് അദ്ദൈലമി റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നത്. ഈ ഫൈറൂസ് അദ്ദൈലമി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടിട്ടുണ്ട്. ചില ഹദീസുകൾ അദ്ദേഹം ഉദ്ധരിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം അസ്വദുൽ അനസിയെ കൊന്ന ആ സമയത്തും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിൻ്റെ വേളയിലും അദ്ദേഹം യമനിലായിരുന്നു എന്നുള്ളതാണ് ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. നമ്മൾ ഇവിടെ അള്ളാഹു വാരിസാണ് എന്ന് പറഞ്ഞു. അതിൻ്റെ അർത്ഥം മരിക്കാതെ ശേഷിക്കുന്നവൻ എന്നാണ് എന്ന് പറഞ്ഞ്, വാരിസ് എന്ന് പറഞ്ഞാൽ ഭാഷയിൽ അനന്തരാവകാശം, അനന്തരമെടുക്കുന്നവൻ എന്ന അർത്ഥമുണ്ട് എന്ന് പറഞ്ഞ്, നമ്മളിൽ നിന്ന് മരണപ്പെട്ടവരെ അനന്തരമെടുക്കുമ്പോൾ നമ്മളും വാരിസാണ്. ഒരാൾ മരണപ്പെട്ടു, മക്കൾ അയാൾ അനന്തരം എടുക്കുന്നെങ്കിൽ ആ മക്കൾ വറസ, ഒരു മകനാണെങ്കിൽ വാരിസ്, അയാളുടെ വാരിസ് എന്നാ പറയുക. അപ്പം മീറാസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇൽമുൽ മീറാസ് എന്നൊക്കെ പറഞ്ഞാൽ അനന്തര സ്വത്ത് വിഭജിക്കുന്നതുമായി ബന്ധപ്പെട്ട ശാസ്ത്രമാണത്. പണ്ഡിതന്മാർ ഉണർത്തിയൊരു സംഗതി, അനന്തര സ്വത്ത് അതിലൊരിക്കലും അന്യായമോ അക്രമോ നമ്മളിൽ നിന്ന് വരാൻ പാടുള്ളതല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥത്തിൽ അള്ളാഹിൻ്റെ സ്വത്താണ് അനന്തര സ്വത്ത്. ആ അനന്തര സ്വത്തിൽ നമ്മൾ അന്യായമില്ലാതെ അക്രമമില്ലാതെ ആ സ്വത്തിനെ നമ്മൾ അർഹരായവർക്ക് കൈമാറണം, വീതിച്ച് നൽകണം എന്നുള്ളത് ഇതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഒരു നാമത്തിൻ്റെ തേട്ടമായി പഠിപ്പിക്കപ്പെട്ടതാണ്. പല മാതാപിതാക്കളും മരണപ്പെട്ടാൽ മക്കൾക്ക് അനന്തരസ്വത്ത് ലഭിക്കാത്ത സ്ഥിതിവിശേഷം, അർഹരായവർക്ക് അനന്തരസ്വത്ത് ലഭിക്കാത്ത സ്ഥിതിവിശേഷം, അന്യായമായ നിലക്ക് വസിയ്യത്ത് എഴുതിയിട്ട് അവകാശികൾക്ക് അവകാശം ഹനിക്കുന്ന സ്ഥിതിവിശേഷം ഇന്ന് സാർവത്രിക. അത് സൂക്ഷിക്കപ്പെടേണ്ടതുണ്ട്. വാപ്പ മരിച്ചാൽ സ്വത്തായിരിക്കുള്ളതാ. ചില മസ്അലകൾ സുബ്ഹാനല്ലാഹ് വളരെ സങ്കടകരമാണ്. ഒരാൾ മരിച്ചാൽ അയാളുടെ സ്വത്ത് അയാളുടെ മക്കൾക്ക്, അയാളുടെ വിധവക്ക്, മാതാപിതാക്കൾക്ക്. ഇപ്പം സെയ്ദ് എന്ന് പറഞ്ഞ ഒരാൾ മരിച്ചാൽ ആ സെയ്ദിൻ്റെ ഉമ്മയും വാപ്പയുണ്ട്, സെയ്ദിന് ആൺമക്കളുമുണ്ട് പെൺമക്കളുമുണ്ട് ഭാര്യയുണ്ട് എങ്കിൽ സെയ്ദിൻ്റെ സ്വത്ത് അതിൽ സെയ്ദിൻ്റെ വിധവക്ക് 8-1, സെയ്ദിൻ്റെ മാതാവിന് 6-1, പിതാവിന് 6-1, ബാക്കിയുള്ള സെയ്ദിൻ്റെ സ്വത്ത് ഈ ആൺ പെൺമക്കൾക്കാണ്. 2 പെണ്ണോരി ഒരാണിന്, അല്ലെങ്കിൽ ആണിൻ്റെ പകുതി ഒരു പെണ്ണിന്. എങ്ങനെയാണ് ബാക്കി സ്വത്ത് വീതിക്കേണ്ടത്? സെയ്ദ് മരിച്ചു, സെയ്ദിന് പെൺമക്കൾ മാത്രമാണുള്ളത്, ഭാര്യയുണ്ട്, മാതാപിതാക്കൾ ഉണ്ട് എങ്കിൽ സെയ്ദിൻ്റെ സ്വത്തിൻ്റെ 3/2 ഈ പെൺമക്കൾക്കാണ്. 3/2. ഭാര്യക്ക് 8-1, ഉമ്മാക്ക് 6-1, ബാക്കി സ്വത്ത് 6-1 ബാക്കി സ്വത്തും വാപ്പാക്കുള്ളതാണ്. സെയ്ദിന് ഒരു പെൺകുട്ടി മാത്രമാണുള്ളത് എങ്കിൽ സെയ്ദിൻ്റെ സ്വത്തിൻ്റെ പകുതി ഈ പെൺകുട്ടിക്കാണ്, പകുതി സ്വത്ത്. ഭാര്യക്ക് 8-1, മാതാപിതാക്കൾക്ക്, മാതാവിന് 6-1, പിതാവിന് 6-1 ബാക്കിയുള്ള സ്വത്തും. ഇങ്ങനെ സ്വത്ത് വീതിക്കേണ്ടതുണ്ട്. ഭർത്താവിൻ്റെ സ്വത്തിൽ ഭാര്യ അവകാശിയാണ്, ഭാര്യയുടെ സ്വത്തിൽ ഭർത്താവ് അവകാശിയാണ്. ഭാര്യ ഭർത്താക്കന്മാരെ ഒരിക്കലും തടയപ്പെടുന്ന വിഷയമല്ല. ഭാര്യൻ്റെ സ്വത്തിൽ ഭർത്താവിന് അവകാശമുണ്ട്, അതൊരിക്കലും തടയപ്പെടില്ല. ഭർത്താവിൻ്റെ സ്വത്ത് അതിൽ ഭാര്യയൊക്കെ അവകാശമുണ്ട്, അതിലൊരിക്കലും തടയപ്പെടില്ല. പക്ഷേ ചില അന്യായങ്ങൾ, അക്രമങ്ങൾ ഈ വിഷയത്തിൽ പലരിലും കേൾക്കാനും അറിയാനും സാധിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം വിഷയങ്ങൾ സൂക്ഷിക്കേണ്ടതുണ്ട് എന്നുകൂടി അള്ളാഹുവിൻ്റെ അൽ വാരിസ് എന്ന നാമം നമ്മളിവിടെ പഠിക്കുമ്പോൾ മനസ്സിലാക്കുമ്പോൾ ഉണർത്തുകയും സൂചിപ്പിക്കുകയുമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും എല്ലാവിധ നന്മകൾക്കും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ തൗഫീഖേക്ക് അള്ളാഹു നമ്മളെ എല്ലാവരെയും തുടക്കുമാറാവട്ടെ. അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുവാനുള്ള ഐരാരോഗ്യം അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഏറ്റി നൽകുമാറാവട്ടെ. നമ്മുടെ ഈ ഒരു സദസ്സിനെ ഉപരിലോകത്ത് അള്ളാഹു ഖബൂലാക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതിനേക്കാൾ ഉത്കൃഷ്ടമായൊരു സദസ്സിൽ സ്വർഗത്തിൻ്റെ ഉന്നതങ്ങളിൽ ഒരുമിച്ച് കൂടുവാൻ നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. സുബ്ഹാനഹു വ തആല നമ്മളോട് ദുആക്ക് വസിയത്ത് ചെയ്തവരുടെ നല്ല ഉദ്ദേശങ്ങൾ അവർക്ക് നിറവേറ്റി കൊടുക്കുമാറാവട്ടെ. രോഗം കൊണ്ട് വലയുന്നവരുടെ രോഗങ്ങൾക്ക് അള്ളാഹു ശിഫയും ആഫിയത്തും കനിയുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്
الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك أعداء الملة والدين اللهم احفظ لهذه البلاد أمنها اللهم احفظ لهذه البلاد أمنها اللهم احفظ لهذه البلاد أمنها اللهم احفظ لهذه البلاد رجال أمنها اللهم احفظهم في البر والبحر والجو يا حي يا قيوم يا ذا الجلال والإكرام اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله